നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ എങ്ങനെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ സ്ട്രെയിറ്റ് ചെയ്യാന്നതിനെ കുറിച്ചിട്ടാണ്. ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ എങ്ങനെ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ സ്ട്രെയിറ്റ് ചെയ്യാന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഹീറ്റോ അതുപോലെ സ്ട്രെയിറ്റ്നറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയേണ്ടത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പച്ചപ്പാലാണ്, തിളപ്പിക്കാത്ത നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തിളപ്പിക്കാത്ത പച്ചപ്പാൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ എടുക്കണം. ഇത് നമ്മുടെ റോസ്മേരിയുടെ സ്പ്രേ ബോട്ടിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലാക്കിയതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ കോല കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതവിടെ പച്ചപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹെയറിലേക്ക് ഇതാ നന്നായി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ടായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഈ പാലിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടീനെ ഒന്നും കൂടെ ഹെൽത്തി ആക്കും. അതുപോലെ തന്നെ ചുരുണ്ട മുടികളൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെയൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് നന്നായി മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം ഒരു സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളമൊഴിച്ച് കഴുകിയെടുത്താലും മതി. ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം. മുന്നത്തെ ഹെയറിൻ്റെ ടെക്സ്ചറും ഇപ്പോഴത്തെ ഹെയറിൻ്റെ ടെക്സ്ചറും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. എൻ്റെ ഹെയർ നന്നായി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഹാക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത്ര റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ര നന്നായിട്ട് എൻ്റെ ഹെയർ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടും ഇതിൻ്റെ റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടായിരിക്കും. പക്ഷേ ഇത് നമ്മൾ സ്ട്രെയിറ്റ്നർ ഒന്നും യൂസ് ചെയ്യാതെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് വീട്ടിൽ നാച്ചുറലായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. ഒട്ടും മോശമില്ലാത്ത രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ടോ, ഹെയർ നന്നായി സ്ട്രെയിറ്റനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു യൂസ്ഫുൾ ഹാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.